ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ മാർഗദർശനവും നിയമക്രമവും താൽപര്യത്തോടെയും മനസ്സാന്നിധ്യത്തോടെയും പിൻപറ്റി അല്ലാഹുവിന്റെ വഴിയിൽ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്താൻ പ്രയത്നിക്കണം. അതുവഴി നമുക്ക് പൊടുന്നനെ സംഭവിക്കുന്നത് നഷ്ടവും വിഷമവുമാണെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ സന്തോഷവും ലാഭവുമായി തീരും എന്നോർക്കണം. അതാണ് തഖ്വയുടെ പ്രാധാന്യം. ഈ ഗൗരവത്തിൽ തഖ്വ മനസ്സിലാക്കി ജീവിതത്തോളം വിശാലമാണ് അതിന്റെ ഇടപെടൽ എന്നുൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും കൂടെ കൂടെ പരിശോധിക്കാനും സമയം കണ്ടെത്തണം. പാളിച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ തിരുത്തണം. വലം യുസിറു അലാ മാ ഫഅലു, അവർ പ്രവർത്തിച്ചതിന്റെ മേൽ നങ്കൂരമിട്ട് നിലകൊള്ളുകയില്ല എന്ന ഖുർആനിക അധ്യാപനം നമ്മുടെ മുമ്പിലുണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജറയുടെ പശ്ചാത്തലത്തിലുള്ള പല ചർച്ചകളുമുണ്ട്. അതിലൊരു വിഷയം, സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ സഹായത്തിന് അർഹരാകുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ, അതിന്റെ ചില ഘട്ടങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനാവും. പ്രാർത്ഥനയെപ്പറ്റിയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും പ്രാർത്ഥിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ വേറെയാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വ്യവസ്ഥകളും ഉപാധികളും പാലിച്ച് പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ് എന്നുൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴാണ് ഉത്തരം കിട്ടുന്നത്, അല്ലെങ്കിൽ ഉത്തരം ചെയ്യപ്പെടാൻ അർഹനാകുന്നത്, ഇതേ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കേണ്ടതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ നമുക്കെല്ലാവർക്കും അറിയാം. 13 വർഷം നീണ്ട മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിയോഗികൾ അതിനെ പല നിലക്ക് നേരിട്ടു. ആദ്യം നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു. പിന്നെ മർദ്ദനങ്ങൾ ഇവരുടെ വീര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ മർദ്ദനത്തിന്റെ അല്ലെങ്കിൽ ശത്രുതയുടെ വഴി അവരൊരു അനുനയത്തിന്റേതാക്കി മാറ്റി. സൂറത്തുൽ ഇസ്രായിൽ നിന്ന് ഏതാനും ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി മറ്റു ചില ചർച്ചകളും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അപ്പോ അനുനയത്തിന്റേതാക്കി. അനുനയത്തിന്റെ ഭാഷയിൽ പ്രലോഭിപ്പിച്ച് വശത്താക്കാൻ പറ്റുമോ എന്ന ഒരു ശൈലിയാണ് അവർ പരീക്ഷിക്കുന്നത്. അതും വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി ഇവരെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അതാണ് അവരെ ഭൂമിയിൽ നിന്ന്. അതിന്റെ തൊട്ടു മുന്നത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞ പ്രലോഭനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് മയപ്പെടുത്തി പറയാം. ലേശം വെള്ളം ചേർത്ത് ഉള്ളതുപോലെ പറയാതെ ലേശം ഒന്ന് മയപ്പെടുത്തി പറയാം. അങ്ങനെ മയപ്പെടുത്തി പറയാൻ സന്നദ്ധമാണെങ്കിൽ അവർ താങ്കളെ ആത്മമിത്രമായി സ്വീകരിക്കും. എന്താ സംശയം? എന്നിട്ട് അതിന്റെ വരുംവരായികളെ കുറിച്ചും അള്ളാഹ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഘട്ടമാണ് ഈ പറയുന്നത്, താങ്കളെ വേരോടെ നാട്ടിൽ നിന്ന് പിഴുതെറിയാൻ പ്രതിയോഗികൾ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഓരോ നീക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നുണ്ട്.
അങ്ങനെ അറിയിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോ അവർ പ്രവാചകനെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു, അല്ലാഹ് അതിനോട് ചേർത്ത് പടച്ചവൻ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അങ്ങനെ അഥവാ അവർ ചെയ്താൽ നിനക്ക് ശേഷം അവരിവിടെ വല്ലാതെ വിലസില്ല. ഇതല്ല യൽബസൂന ഖിലാഫക ഇല്ല ഖലീല എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അത് പ്രബോധകർക്കുള്ള ഒരു ആശ്വാസമാണ്. പ്രബോധക അവരെ ഏൽപ്പിച്ച പണി വ്യവസ്ഥാപിതമായി നിർവഹിച്ചാൽ അവർ അള്ളാഹുവിന്റെ കാവലിലാണ്. അവരെ പ്രബോധിത വിഭാഗം വകവരുത്തുകയാണെങ്കിൽ, ഈ പ്രബോധകരെ വകവരുത്തി അവരെയൊക്കെ തുടച്ച് വൈപ്പൌട്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കി നമുക്കിവിടെ വിലസിക്കളയാം എന്ന് ഏതെങ്കിലും ധിക്കാരികൾ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, ഇത് അള്ളാന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഖുറൈശി ഗോത്രങ്ങൾ എല്ലാവരും കൂടിയിട്ട് യോഗം ചേർന്നു. ഞാനതിന് വിസ്തരിച്ച ചരിത്രം പറയല്ല, ഈ ചർച്ച ഇവിടെ അവതരിപ്പിക്കാൻ ആവശ്യമായ വശം മാത്രം പരാമർശിക്കുകയാണ്. ഖുറൈശി ഗോത്രങ്ങൾ എല്ലാവരും കൂടി ചേർന്നു. അവർ തമ്മിൽ ചേരാത്ത കൂട്ടരാണ്. ഇപ്പൊ അവർക്കൊരു പൊതുശത്രുവിനെ കിട്ടിയപ്പോ ആ പൊതുശത്രുവിനെതിരെ ഇവരൊന്നിച്ചതാണ്. എന്നിട്ട് റസൂലിനെ വകവരുത്താം, മുഹമ്മദിനെ ഇനി കൊന്നുകളയല്ലാതെ രക്ഷയില്ല. അതിനവരൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. എന്നിട്ട് ആ ടാസ്ക് ഫോഴ്സിന് ഈ വലിയ ഓഫറുകൾ വാഗ്ദാനം നൽകി. ഒരു 100 ഒട്ടകം ഉദാഹരണത്തിന്, വേറെയും പല ഓഫറുകളും നൽകി അവർക്ക്. എന്നിട്ട് ഈ ടാസ്ക് ഫോഴ്സ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിങ്ങനെ ഒറ്റയും തെറ്റയുമായിട്ട് മദീനയിലേക്ക് പ്രവാചകന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നേരം നോക്കുമ്പോ ആളുകളെ പലരെയും കാണാനില്ല നാട്ടില്. അപ്പൊ ഈ ഒരു മാറ്റം അവർ മനസ്സിലാക്കുന്നുണ്ട്. മുഹമ്മദ് അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവർ ധൃതിയിൽ ഈ കാര്യങ്ങളൊക്കെ നീക്കി. വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അറിയിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് തന്റെ സ്ഥാനത്ത് സാധാരണ പതിവായിട്ട് താൻ ഉറങ്ങുന്നിടത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ഉറങ്ങാൻ ചുമതലപ്പെടുത്തിയിട്ട് ഈ പ്രതിയോഗികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്ത് അതാതിന്റെ ആളുകൾക്ക് അതിന്റെ മട്ടും മാതിരിയും പരിഗണിച്ച് തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. ഈ സംഘടിത നേരത്തെ പറഞ്ഞ ടാസ്ക് ഫോഴ്സ് റസൂലുള്ളാഹിയുടെ വീട് വളഞ്ഞു. പ്രവാചകൻ വീട്ടിനകത്തുണ്ട് എന്നവർക്കറിയാം. ഒരു നിശ്ചിത സമയമായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരി ഇവരുടെ മുഖത്തേക്ക് എറിഞ്ഞ്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, അങ്ങനെ താങ്കൾ എറിയുമ്പോ താങ്കളല്ല അല്ലാഹുവാണ് എറിഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു അമാനുഷിക സംഭവം, ഒരു മുഅ്ജിസത്ത്, ആ അമാനുഷിക സംഭവത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ പോകേണ്ടത് വടക്കോട്ടാണ്. ഇവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മദീന എന്ന് പറയുന്നത് വടക്കോട്ടാണെങ്കിൽ അവർ തെക്കോട്ട് പുറപ്പെട്ടു. നമ്മളിപ്പോ ഒരു ശുദ്ധനായ സാത്വികനായ ദൈവഭക്തനായ ഒരാള് എത്ര നിഷ്കളങ്കനായിരിക്കും. അപ്പൊ അല്ലാഹ് കാക്കും എന്ന് വിചാരിച്ചിട്ട് വടക്കോട്ട് പുറപ്പെടുക, അങ്ങനെയല്ല. ഈ ഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. അപ്പൊ ഇത് വളരെ വലിയ ഒരു പ്രസ്താവനയാണ്. ഇതിന്റെ ഒരു ചെറിയ വിശകലനം മാത്രമാണ് ഞാനിപ്പോ ഇവിടെ നടത്തുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ അദ്ദേഹം വഴിയാധാരായി പോകും എന്ന് നിങ്ങൾ കരുതണ്ട. അദ്ദേഹത്തെ അള്ളാഹു സഹായിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച ഘട്ടങ്ങളാണ് ഈ പറയുന്നത്. ഇത് അവിടത്തെ ഈ പ്രവാചകന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന അനുചരന്മാർക്കുള്ള ഒരു ആത്മവിശ്വാസം മാത്രമല്ല, അവസരവാദികളായി
മുങ്ങിയും പൊങ്ങിയും കൂടെ ഉണ്ടെന്നും ഇല്ലെന്നും മട്ടിൽ തരം പോലെ പെരുമാറിയ മുനാഫിക്കുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങളെല്ലാവരും കൈവിട്ടാലും അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും. ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈൻ. നോക്കൂ നിങ്ങൾ, പ്രതിയോഗികളെല്ലാവരും കൂടി ഒരു മനുഷ്യനെ, ഒരു നാട്ടിലെ ഒരു സംഘടിത സായുധ ശക്തി വകവരുത്താൻ തീരുമാനിച്ചാൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂലുള്ളാഹിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഏറ്റുമുട്ടിയിട്ട് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഒരു തന്ത്രപരമായ നീക്കം അതെന്താണ്? അതാണ് തന്റെ സ്ഥാനത്ത് പുതപ്പിൽ കിടക്കാൻ, വിരിപ്പിൽ കിടക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴി തേടുന്നു. രക്ഷപ്പെട്ടിട്ട് പോകേണ്ടത് എവിടേക്ക് എന്നത് നേരത്തെ ആലോചിക്കുന്നു. അള്ളാഹ് കാക്കുന്നു വിചാരിച്ചിട്ട് പുറപ്പെടല്ല. അങ്ങനെ തന്റെ യാത്രാ ലക്ഷ്യം ശത്രുക്കൾ വിചാരിക്കാൻ സാധ്യതയുള്ള ദിശയുടെ നേരെ എതിർദിശയിൽ സഞ്ചരിക്കുന്നു. അവിടെയാണ് സൗർ ഗുഹ. എന്നിട്ട് 2-3 ദിവസം ഈ ഗുഹയിൽ ചെന്നിരിക്കുന്നു. അത് ഇത് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈൻ. രണ്ടിൽ രണ്ടാമനായിട്ട് താങ്കളെ നിഷേധികൾ തങ്ങളുടെ നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഘട്ടം, അള്ളാന്റെ സഹായം വന്ന ഘട്ടങ്ങൾ പറയാണ്. ഇത് ഹുമാ ഫിൽ ഗാർ. ഇവര് രണ്ടുപേരും ആ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭം. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ശത്രുക്കൾ ഇങ്ങനെ പരക്കെ തെരയാണ്. ഓരോരുത്തരും ഈ ഇനാമുകളും അംഗീകാരവും എനിക്ക് നേടിയെടുക്കണം എന്ന ആവേശത്തിലാണ്, പരക്കെ തെരയാണ്. ചെറുപ്പം മുതൽ തന്നെ ഈ സംഘടനകളിൽ ഏർപ്പെട്ടും കൊന്നും ചത്തും ശീലിച്ച ഒരു സമൂഹത്തിൽപ്പെട്ട ശത്രു വിഭാഗമാണ്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആളുകളെ വേണ്ടി വന്നാൽ വകവരുത്തി ശീലമുള്ളവരാണ്. പക്ഷെ അവർ മാന്യന്മാരാണ്. ഞാൻ മുമ്പ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന ആ സ്ഥലത്ത് ആൾ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഒന്ന് വരട്ടെ, നേരം പൊളിച്ചിട്ട് നോക്കാം എന്നാണ്. അല്ലാതെ ഉറങ്ങിക്കിടക്കണോ എന്റെ വാതിലിന്റെ വീട്ടുവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നിട്ട് അവിടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ, അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെ ജനലിനോട് ചേർത്ത് ബന്ധിച്ചിട്ട് അവിടത്തെ ചെറുപ്പക്കാരികളായ കുട്ടികളെ ഇവരുടെ കൺമുമ്പിൽ വെച്ച് പച്ചയായി പിച്ചു ചീന്തുന്ന ആളുകളുണ്ടല്ലോ. അത്ര പുരോഗമിച്ചവരല്ല ഇവർ അപരിഷ്കൃതരാണ്. അതുകൊണ്ട് അവർക്ക് മാന്യതയുണ്ട്. ഉറങ്ങിക്കിടക്കണവനെ കൊല്ലാൻ പറ്റൂല എന്നൊക്കെയുള്ള മര്യാദ അവർക്കറിയാം. എന്നിട്ട് നേരം വെളുത്ത് നോക്കുമ്പോ അലി റളിയല്ലാഹു ആണ്. ഇരിക്കട്ടെ, അവിടെ നിന്ന് അങ്ങനെ ഗുഹയിലെത്തി. ഗുഹയിൽ ഒളിക്കുമ്പോ മെഹ്റാബിലേക്ക് ഭക്ഷണം കൊടുന്നു കൊടുത്ത കഥയൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു പ്രവാചകന്. അപ്പൊ അള്ളാഹ്ക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അള്ളാഹ്ക്ക് സഹായിക്കാം. പക്ഷെ അള്ളാഹ് അങ്ങനെ സഹായിക്കൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഒരു യാത്രയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പ്രതിയോഗികൾ തന്നെ വകവരുത്താൻ വന്ന് തീരുമാനിച്ച എന്ന് ഉറച്ച സന്ദർഭത്തിൽ തന്റെ മദീന പ്രയാണത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അതിന്റെ ഭാഗമാണിതൊക്കെ. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉറക്കമൊക്കെ. അവിടെ നിന്ന് നേർദിശയിൽ പോകേണ്ട ദിശയുടെ നേരെ എതിർദിശയിൽ സഞ്ചരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഗുഹയിൽ ഇരിക്കുമ്പോ അവർക്ക് വിവരങ്ങൾ ലഭിക്കണം. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാനെ ചുമതലപ്പെടുത്തി. ഈ ഗുഹയിലിരിക്കുന്ന 2-3 ദിവസത്തിന് അവർക്ക് ഭക്ഷണം വേണം. അതിന് അദ്ദേഹത്തിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ മകളെ ചുമതലപ്പെടുത്തി. പിന്നെ ഇവർക്ക് വിവരങ്ങൾ അറിയണം. ഇവർ ഈ വിവരങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരാനുമൊക്കെ ആളുകൾ നടന്ന ഈ കാൽപ്പാട് ഈ മണലിൽ കണ്ടാൽ അത് ശത്രുക്കൾ തേടി പരതി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഇടയനോട് അയാളുടെ ആട്ടിൻപറ്റങ്ങളെയും കൊണ്ട് ഈ ഗുഹാമുഖത്തിലൂടെ അങ്ങനെ അങ്ങ് പോകാൻ ചട്ടം കെട്ടി. ആ പോണ പോക്കിൽ ഇവർക്ക് ആവശ്യമായ പാലും കറന്നെടുക്കാം. ആട്ടിൻപറ്റങ്ങൾ മരുഭൂമിയിൽ ഇതിലൂടെയും പോകും, അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പ്രതിയോഗികൾക്ക് അതിന്റെ കാൽപ്പാടുകൾ, ഈ മനുഷ്യരുടെ മണലിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ മായ്ച്ചു കളയാനും അത് ഉപകരിക്കും. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. 2 ആളുകൾ ഒരു നാട്ടിൽ നിന്ന് തുരത്തപ്പെടുമ്പോ ഇതിനേക്കാളേറെ അവരെന്ത് ചെയ്യാനാണ്? അതാണ്. അപ്പൊ പിന്നെന്തായി? അള്ളാഹ് പറയാണ്, ഇവര് ഗുഹക്കകത്തിങ്ങനെ ഇരിക്കുമ്പോ പുറത്ത് ശത്രുക്കൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ കാലിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗം ഇവര് ഇരുന്ന ഇരിപ്പിന് കാണുന്നുണ്ട്. സഹർ ഗുഹ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അത്രേ വലിയ ആഴമുള്ള ഒരു ഗുഹയൊന്നുമല്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ അവർ ചെയ്തു.
അപ്പൊ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, അല്ലാഹ് അവർക്ക് സമാധാനം ചൊരിഞ്ഞു കൊടുക്കുകയും ആരും കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അവരെ ബലപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഈ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഗുഹാമുഖം മാത്രമല്ല അതിന്റെ ചുറ്റും കറങ്ങിയിട്ടും ഇവരവരുടെ കണ്ണുപെട്ടില്ല. അവരുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അടുത്ത ഘട്ടം വന്നപ്പോൾ അവരവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹ് കാക്കുന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുകയല്ല. പിന്നെയോ സാധാരണ ആളുകൾ പോകാത്ത വഴിയെ മദീനയിലെത്താനുള്ള ഒരു വഴികാട്ടിയെ അവർ നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പൊ ആ വഴികാട്ടി കാണിച്ചു കൊടുത്ത വഴിയെ ഇവർ യാത്ര പുറപ്പെട്ടു. ഇവർ രണ്ടൊട്ടകപ്പുറത്ത് പോകുമ്പോ സുറാഖത്ത് ഇബ്നു മാലിക്, കുറെ ആളുകൾ പുറത്ത് തെരഞ്ഞു നടക്കുന്നുണ്ട് ഇവരെ വകവരുത്താൻ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഖുറൈശി യുവാവാണ് സുറാഖത്ത് ഇബ്നു മാലിക്. സുമുഖനായ വളരെ കാര്യപ്രാപ്തിയുള്ള ആ മനുഷ്യൻ അങ്ങ് ദൂരെ അബൂബക്കറിനെയും റസൂലിനെയും കണ്ടു. ഇയാൾ ആവേശപ്പെട്ട് കുതിരയും കൊണ്ട് ആ ദിശയിലേക്ക് ഓടിച്ചു. പക്ഷെ കുതിരക്ക് ഓടാൻ പറ്റുന്നില്ല. പലതവണ അദ്ദേഹം ആഞ്ഞു ശ്രമിച്ചു. കടിഞ്ഞാൺ എങ്ങനെ വലിച്ചു മുറുക്കിയിട്ടും ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ആ ശ്രമം തന്നെ അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. എന്നല്ല മരുഭൂമിയിൽ അകപ്പെട്ട അദ്ദേഹത്തിന് ഈ രണ്ടാളുകളിൽ അഭയം തേടേണ്ട അവസ്ഥ വന്നു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സുറാഖത്ത് ഇബ്നു മാലിക്കുമായി സംസാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ഈ റൂട്ടിൽ ഞാൻ കുറെ തെരഞ്ഞു, ആ റൂട്ടിൽ ഇനി നിങ്ങൾ തെരഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് ഈ വഴിയെ വരുന്ന പ്രതിയോഗികളെ ഞാൻ പറഞ്ഞ് ധരിപ്പിച്ച് പിന്തിരിപ്പിച്ച് കളയാം എന്ന ഉപാധിയിൽ അദ്ദേഹത്തിന്റെ പാട്ടിന് വിട്ടു. നബിയും ഈ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബറും യാത്ര തുടർന്നു. ഈ യാത്രയുടെ ഓരോ ഘട്ടവും നിങ്ങൾ എടുത്തു നോക്കൂ. വീട്ടിൽ ഉറങ്ങുന്ന ഘട്ടത്തിലാണെങ്കിലും, ഗുഹയിൽ ഒളിച്ച ഘട്ടത്തിലാണെങ്കിലും, മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന ഘട്ടത്തിലാണെങ്കിലും 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവരാലോചിച്ചു. അവരുടെ ബുദ്ധി അവർ പ്രയോഗിച്ചു. അവരുടെ സ്വാധീനം അവരതിനെ ചേർത്തു വെച്ചു. അവരുടെ അനുഭവങ്ങൾ അതിന് വഴികാട്ടിയായി. എന്നിട്ട് അവരതിനൊരു പഴുതടച്ച മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഇത്രയും ആസൂത്രണം മനുഷ്യസാധ്യമായത് അവർ നിർവഹിച്ചപ്പോ വിജയിക്കാൻ ബാക്കി എന്തൊക്കെ വേണോ അതൊക്കെ റബ്ബ് ചെയ്തു. അയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. ഇതൊക്കെ എന്തിനാണ്? ഈ ക്ലേശമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സഹിച്ചത് എന്തിനാ? അതും കൂടി അള്ളാഹ് ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. ഈ ഭൂമി ആരുടേതാണോ, ഈ ഭൂമിയുടെ വിഭവങ്ങൾ ആരുടേതാണോ, ഇവിടത്തെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഇവിടത്തെ വായുവും വെള്ളവും വെളിച്ചവും ഉപയോഗിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യർ ആരുടെ സൃഷ്ടിയാണോ, ആ സൃഷ്ടികളുടെ ഈ പ്രപഞ്ചത്തിന്റെ ഈ സംവിധാനത്തിന്റെ യഥാർത്ഥ യജമാനനെ ഇവരജമാനായിട്ട് കാണണം. അവന്റെ നിയമത്തെ നിയമമായിട്ട് സ്വീകരിക്കണം. അവന്റെ നിയമത്തെ ചോദ്യം ചെയ്ത് അവന്റെ യജമാനാധികാരങ്ങളെ തള്ളിപ്പറഞ്ഞ് സ്വയം യജമാനന്മാരാവുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് നിലയും വിലയും ഇല്ലാതാവണം. അള്ളാഹ് എന്തിനാ നബിയെ അയച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറയുന്നത്. പല ഭാഷയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ അയച്ചത് എന്ന് ചോദിച്ചാൽ ആ ഭൂമിയുടെ കൈകാര്യകർത്തൃത്വം സജ്ജനങ്ങളുടെ കയ്യിൽ വരാൻ എന്നും നമുക്ക് ഉത്തരം പറയാം. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, നിഷേധികളുടെ വാക്യം താഴാൻ, വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ വചനത്തിന് ഉയർച്ച കിട്ടാൻ, അതിന് മേധാവിത്വം കിട്ടാൻ. ഏതെങ്കിലും വളഞ്ഞ വഴിയെ മേധാവിത്വം കിട്ടാനല്ല, അട്ടിമറികളിലൂടെയും ഭീകരപ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിന്റെ വചനത്തിന് മേധാവിത്വം കിട്ടാനല്ല. നിരപരാധികളായ മനുഷ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒരു മുൻവിചാരവുമില്ലാതെ കൊന്നുകളഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനിന് മേധാവിത്വം കിട്ടാനല്ല. ലോക ചരിത്രത്തിൽ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇസ്ലാം വെച്ച അത്രയും മാനുഷികമായ ഉപാധികൾ വെച്ച ഒരു നിയമത്തെയും നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. അന്യായമായ, അപ്പോ ഏതോ വളഞ്ഞ വഴിക്ക് ആധിപത്യം കിട്ടാനല്ല. പിന്നെങ്ങനെ? മനുഷ്യരോട് സംവദിച്ച്, അവരോട് സംസാരിച്ച്, അവരെ ബോധവൽക്കരിച്ച്, അവരുടെ ആശങ്കകൾ അകറ്റി, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഈ ദീൻ നിങ്ങളുടെ ഇഹലോക വിജയത്തിനും നിങ്ങളുടെ പരലോക വിജയത്തിനും പര്യാപ്തമാണ് എന്ന് കാര്യകാരണ സഹിതം അവരെ ബോധ്യപ്പെടുത്തി. 10-13 കൊല്ലം ഈ റസൂല് മക്കയിൽ പ്രവർത്തിച്ചല്ലോ.
10-13 കൊല്ലം മക്ക ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമം. 13 വർഷം അള്ളാന്റെ റസൂലിനെ പോലെയുള്ള ഒരാള് ആ ജനതക്കിടയിൽ പ്രവർത്തിച്ചാൽ അവരിൽ ഈ റസൂൽ എന്തിനു വന്നു എന്ന് മനസ്സിലാകാത്ത ഒരു കുട്ടിയുണ്ടാവില്ല. ബോധ്യപ്പെട്ടവർ സ്വീകരിച്ചു, സ്വീകരിക്കാത്തവർ സ്വീകരിക്കുകയില്ല എന്ന് റസൂലിനും കൂട്ടർക്കും ബോധ്യപ്പെട്ടു. അത്രയും ആയതിനു ശേഷമാണ് ഈ പറഞ്ഞ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആള് എവിടെയെങ്കിലും കിടന്ന് ഷഹീദായി ചുളിവിൽ സ്വർഗത്തിൽ പോകുന്ന പദ്ധതിയുടെ പേരല്ല. ഇതുകൂടി ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജിഹാദിന്റെ ആവേശമുണ്ടാക്കി എവിടെയെങ്കിലും കിടന്ന് ഷഹീദായി ചുളിവിൽ സ്വർഗത്തിൽ പോകുന്ന പദ്ധതിയുടെ പേരല്ല. അല്ല എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ മക്കയിൽ പിന്നെന്തിനാ മദീനയിലേക്ക് പോകുന്നത്? എന്തിനാണ് 1-ാം അഖബ ഉടമ്പടി? എന്തിനാണ് 2-ാം അഖബ ഉടമ്പടി? എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും പഴുതടച്ച ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി മദീനയിലേക്കുള്ള ഒരു ചുവടുമാറ്റം? ഒന്നിന്റെ ആവശ്യമില്ല. പിന്നെന്ത് ചെയ്താൽ മതി? മക്കയിൽ വെച്ച് തന്നെ ശത്രുക്കളോട് പൊരുതണം. അള്ളാന്റെ സഹായം കിട്ടിയാൽ വിശ്വാസി സമൂഹം വിജയിക്കും. അള്ളാന്റെ സഹായം കിട്ടിയില്ലെങ്കിലോ ഇവരൊക്കെ ഷഹീദാവും. ഷഹീദായവർക്കൊക്കെ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടുക പറഞ്ഞ ചില്ലറ കാര്യമാണ്. അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി വലം യുദില്ല അഅമാലഹും സയഹ്ദീഹിം വയസ്ലിഹു ബാലഹും വയുദ്ഖിലുഹുൽ ജന്നത അറഫഹാ ലഹും. അങ്ങനല്ലേ സൂറത്ത് മുഹമ്മദ്? അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി വലം യുദില്ല അഅമാലഹും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരാൾ കൊല്ലവധിക്കപ്പെട്ടാൽ അവന്റെ അമലുകൾ ബാത്തിലാക്കപ്പെടൂല. സയഹ്ദീഹിം വയസ്ലിഹു ബാലഹും. ഇവിടെ എങ്ങനെ അള്ളാന്റെ ഹുദ സന്മാർഗം അവർക്ക് ലഭിച്ചോ അതുപോലെ അവിടെയും രക്ഷയുടെ സ്വർഗത്തിലേക്ക് എത്തും വരെ അള്ളാഹുവിന്റെ തണലും തുണയും ഉണ്ടാകും. അവർക്ക് പരിചയപ്പെടുത്തപ്പെട്ട സ്വർഗമുണ്ടല്ലോ, കുഞ്ഞുനാൾ മുതൽ കേട്ട് ശീലിച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഇവർക്ക് ഇടം ലഭിക്കും. അപ്പോ മക്കയിൽ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ അങ്ങ് ഈ ശത്രുക്കളോട് തുറന്ന പോരാട്ടത്തിന് നിന്നാ പോരെ? പറ്റില്ല. എന്തുകൊണ്ട്? മക്കയിലെ ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പോരാട്ടത്തിൽ നിന്ന് ആളുകൾ മരിക്കുന്നവർക്ക് സ്വർഗം എന്ന് തീരുമാനിക്കാനല്ല അല്ലാഹ് ഈ നബിയെ ഭൂമിയിലേക്ക് അയച്ചത്. പിന്നെന്തിനാ? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. ഈ ഭൂമിയിൽ നിഷേധികളുടെ വാക്യം താഴുവാനും അള്ളാഹുവിന്റെ വചനം ഉയരുവാനുമാണ്. ഭൂമി ആരുടേതാണോ അവന്റെ ഇഷ്ടമനുസരിച്ച് ഭൂമി കൈയാളുന്ന ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ടാകണം. അതാണ് മനുഷ്യനോട് കരുണയുള്ള റബ്ബിന്റെ പദ്ധതി. റബ്ബ് നമുക്ക് ഈ ദീന് തന്നത്, നമുക്ക് വായു തന്നതുപോലെ, വെള്ളം തന്നതുപോലെ, വെളിച്ചം തന്നതുപോലെ ഈ ദീന് തന്നത് നമ്മൾ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ വ്യക്തികൾ രക്ഷപ്പെടട്ടെ, നമ്മൾ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, നമ്മൾ സമൂഹം രക്ഷപ്പെടട്ടെ, നമ്മുടെ രാഷ്ട്രം രക്ഷപ്പെടട്ടെ, നമ്മുടെ തലമുറകൾ രക്ഷപ്പെടട്ടെ. അത്രയും വലിയ ഒരു വിമോചനത്തിന്റെ പദ്ധതി കൊണ്ടുവന്ന ഒരു നേതാവ് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എവിടെയോ ഒരു പോരാട്ടം സംഘടിപ്പിച്ച് അങ്ങോട്ട് എരിഞ്ഞു തീർന്നാൽ പറ്റുകയില്ല. ഈ പദ്ധതി ഭൂമിയിൽ സ്ഥാപിതമാകണം. അതിനാണ് അറബിയിൽ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അതിന് മക്കയിൽ നിന്നൊന്ന് ചുവടുമാറി മദീന കൂടി ചേർത്ത് വെച്ച് മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണവും കൂടി നോക്കണം. അതുകൊണ്ടാണ് ഹിജറയുണ്ടായത്. ഹിജറ ഒളിച്ചോട്ടമല്ല, വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിലെ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ ഒരു ഘട്ടമാണ്. ഓരോ ഒഴിച്ചുപോക്കിനും ആലോചിച്ച് നോക്കണം. ഓരോ ഒഴിച്ചുപോക്കിനും ഇവിടുന്ന് മക്കയിൽ നിന്ന് ഓരോരുത്തർ പോയപ്പോ ഓരോ ഒഴിച്ചുപോക്കിനും തടയാനാവാത്ത ഒരു തിരിച്ചുവരവുണ്ടാവും എന്ന് ഖുറൈശികൾ വിചാരിച്ചില്ല. ഓരോ ഒഴിച്ചുപോക്കിനും തടയാനാവാത്ത ഒരു തിരിച്ചുവരവുണ്ടാവും എന്ന് ഖുറൈശികൾ വിചാരിച്ചില്ല. അവർ വിചാരിച്ചത് ശല്യം പോയി കിട്ടിയെന്നാണ്. പക്ഷെ ഈ റസൂലും സംഘവും പിന്നീട് തിരിച്ചു വന്നു. അതോടുകൂടി മക്കയും മദീനയും അള്ളാഹുവിന്റെ വിഹിതം നടപ്പിലാക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറി. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. എന്ത്? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. നിഷേധികളുടെ വചനം താഴാൻ, അള്ളാഹുവിന്റെ വചനം ഉയരാൻ. അതിനാണ് ഈ പാടൊക്കെപ്പെട്ടത്. അപ്പൊ ഈ ദീനിന് ഈ ഭൂമിയിൽ ഒരു ദൗത്യമുണ്ട് എന്നുകൂടിയാണ് ഹിജറ നമ്മെ പഠിപ്പിക്കുന്നത്.
ഈ ഭൂമിയിൽ, ഈ മനുഷ്യർക്കിടയിൽ, ഈ ഭൂമിയിൽ ഈ ദീനിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് ഏതൊക്കെ വഴിയെ സാധ്യമാകുമ്പോ സമാധാനപരമായി സ്നേഹപൂർവം നല്ല സംവാദത്തിലേർപ്പെട്ട് നിരന്തരം ആളുകളെ കേട്ട് അവരുടെ ആശങ്കകളെ അകറ്റി അവരുടെ അവരോട് ഏറ്റവും കാരുണ്യമുള്ള നാഥൻ നൽകിയ ദീന് അവർക്ക് കൂടി രക്ഷയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള നിരന്തരമായ പ്രയത്നം, അതിലാണ് പ്രവാചകന്മാർ ഏർപ്പെട്ടത്. അതാണ് രക്ഷയുടെ വഴി. അതുകൊണ്ട് ആ ഒരു വശം ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം ഇങ്ങനെ നമ്മൾ ഓർത്തുവെക്കണം. എങ്ങനെ? മനുഷ്യസാധ്യമായ മുഴുവൻ ശ്രമവും വിനിയോഗിക്കപ്പെട്ടിട്ട് പിന്നെ എന്താണോ ബാക്കിയുള്ളത് അതാണ് അല്ലാഹ് ചെയ്യുക. ഒരു വ്യക്തിയാണ്, അയാളുടെ പ്രശ്നത്തിൽ അയാൾക്ക് എത്ര ചെയ്യാൻ കഴിയോ അതിന്റെ മാക്സിമം അയാൾ ചെയ്താൽ കഴിച്ച് ബാക്കി എത്ര വേണമെങ്കിലും റബ്ബ് ചെയ്യും. ഒരു ചെറു സംഘമാണ്, അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ സംഘത്തിന്റെ പരമാവധി ഊർജം വിനിയോഗിച്ച ശേഷം പിന്നെ എത്ര വേണോ റബ്ബ് ചെയ്യും. ഇതാണ് ഹിജ്റയുടെ പല പാഠങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഓരോരുത്തരും റബ്ബിൽ ഏകപക്ഷീയമായി തവക്കലാക്കുന്നതിന് പകരം തന്റെ റോൾ എന്ത് ഈ കാര്യത്തിൽ എന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അത് മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അതിനുള്ള യോഗ്യതകൾ ആർജിക്കണം. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, വീഴ്ചകളും പോരായ്മകളും നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ ആരെയൊക്കെ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.